എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം എല്ലാവർക്കും അറിയാലോ അല്ലേ, വലിയ പാർട്ടി നേതാവാണ്. അപ്പം നേതാവിൻ്റെ പുതിയ ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ വീണ്ടും തല പൊക്കി വന്നിരിക്കുകയാണ്. ഇതെന്താണ് ഘട്ടം ഘട്ടമായിട്ട് വന്നിരിക്കുകയാണോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. രാഹുലിനെ തകർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പെൺകുട്ടികൾ തെളിവുകൾ സഹിതം പുറത്തു വരുന്നത് എന്ന് പറഞ്ഞ ന്യൂസുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എനിക്ക് വേണ്ടി പ്രഗ്നൻ്റ് ആകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ മാസത്തെ ബുദ്ധിമുട്ടുകൾ പോലും മനസ്സിലാക്കാതെ രാഹുൽ അതിനെ അബോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം എന്ന് പറയുന്നതിൻ്റെ ഒരു വോയിസ് അടക്കമാണ് ഇപ്പോൾ ലീക്ക് ഔട്ട് ആയിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ രാഹുൽ മറുപടി നൽകിയിരിക്കുന്നത്, എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ്, അത് ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം എന്നാണ് രാഹുൽ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പല ആൾക്കാരും ഇപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി ഗർഭിണിയാകൂ, അവസാനം ക്രൂരമായ മനസാക്ഷിയില്ലാത്ത മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അഖിൽ മാരാരാണ്. കോൺഗ്രസ് യുവ നേതാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റെന്ന് സംവിധായകൻ അഖിൽ മാരാർ. പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് രാഹുൽ ചെയ്തതെന്നും ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിച്ച് സമൂഹത്തോട് മാപ്പ് ചോദിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരവസരം ചോദിക്കുക ആണ് അയാൾ ചെയ്യേണ്ടതെന്നും അഖിൽ പറയുന്നു. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ചാറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അഖിൽ മാരാറിൻ്റെ വിശദീകരണം. ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യൂസുകൾ പുറത്തു വരുന്നത് എന്ന് പറയുന്നു. 100% രാഹുലിനെ തകർക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണെന്ന് തന്നെ പറയാം. പക്ഷേ രാഹുൽ പൂർണ്ണമായും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ല തെറ്റാണ് ചെയ്തത്. കാരണം പ്രണയമുണ്ടാകുന്നതും അതിൽ ലൈംഗിക വീഴ്ച സംഭവിക്കുന്നതും അതിൽ അബദ്ധം പറ്റി ഗർഭമുണ്ടാകുന്നതും മനസ്സിലാക്കാം. എന്നാൽ വിവാഹം കഴിക്കാമെന്ന പ്രതീക്ഷ നൽകി പെൺകുട്ടികളുടെ മനസ്സുമാറ്റി ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാവുന്ന നാറികളും ഉണ്ടായേക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ നീ എനിക്ക് വേണ്ടി ഗർഭിണിയാകൂ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ബോധപൂർവം ഗർഭിണിയാക്കിയ ശേഷം അവൾ അതിൻ്റെ പ്രശ്നം പറയുമ്പോൾ ക്രൂരമായി മനസാക്ഷിയില്ലാത്ത മറുപടി പറയാനും ആദ്യ മാസത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് നിസ്സാരവൽക്കരിക്കാനും അമ്മയാകുന്ന നിമിഷം ഒരു പെൺകുട്ടിയിൽ മാനസികമായി സംഭവിക്കുന്ന വൈകാരിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ലളിതമായി ഭീഷണിപ്പെടുത്തുക ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണെന്ന് രാഹുൽ ഇന്ന് പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങളെന്ന് പറയുന്നു. അതിനെതിരെ കർശനമായി നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സ്വരത്തിൽ നിന്ന് അഖിൽ മാരാർ സംസാരിച്ചു എന്ന് തന്നെ പറയാം അല്ലേ. സത്യം പറഞ്ഞാൽ വോയിസ് സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഇല്ലാതിരിക്കുമോ? കാരണം ഘട്ടം ഘട്ടമായിട്ട് ഓരോ പെൺകുട്ടികളുടെ വോയിസും ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നുന്നു അല്ലേ. ഏതായാലും തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് പറയാമല്ലേ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. വോയിസും ചാറ്റും ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി. എനിക്കാകെ വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ. ഡ്രാമ എന്നാണ് പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ഡ്രാമ കാണിക്കാൻ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല.